വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ദുഷ്കരം. രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തി. പാറയിടിയുന്നത് വെല്ലുവിളി. വലിയ ക്രെയിൻ എത്തിച്ച ശേഷം ദൌത്യം പുനരാരംഭിക്കും. തമിഴ്നാട് കടലൂരിൽ സ്കൂൾ ബസ്സിൽ ട്രെയിനിടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 10 പേർക്ക് പരിക്ക്. പലരുടെയും നില ഗുരുതരമെന്ന് റിപ്പോർട്ട്. ഗേറ്റ് കീപ്പർ ഗേറ്റ് അടയ്ക്കാതെ ഉറങ്ങിപ്പോയെന്ന് ജില്ലാ കളക്ടർ. ഗേറ്റ് കീപ്പറെ സസ്പെൻഡ് ചെയ്തു. യാത്രക്കാരെ വലച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം. പ്രതിഷേധം വിദ്യാർത്ഥി കൺസെഷൻ വർധനവടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച്. കൂടുതൽ സർവീസുമായി KSRTC. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച് അർദ്ധരാത്രി മുതൽ തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക്. തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകം. പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയെന്ന സ്ഥിരീകരണം. അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തി. പ്രതികളെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയരാക്കി. പ്രതികളായ അനീഷയും ഭവിനും കസ്റ്റഡിയിൽ തുടരുന്നു. കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. ഗ്രേഡ് ASI, CPO എന്നിവരെ സസ്പെൻഡ് ചെയ്തു. നടപടി കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്ത് എത്താതിരുന്നതിനെ തുടർന്ന്. കേരള സർവകലാശാലയിലെ പോര് ശക്തമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി ഗവർണർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനും സാധ്യത. നീക്കം BC-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കൊടകര കുഴൽപ്പണ കേസിൽ PMLA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി തിരൂർ സതീഷ്. ഉടൻ ഹർജി സമർപ്പിക്കും. പരാതിയിൽ കഴമ്പുണ്ടെന്നും വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നും BJP മുൻ ഓഫീസ് സെക്രട്ടറി. കർണാടകയിൽ 100ഓളം പേരുടെ മൃതദേഹം മറവു ചെയ്തെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം. ദുരൂഹ മരണങ്ങളിൽ അന്വേഷണം ആരംഭിച്ച് ധർമ്മസ്ഥല പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടെന്ന് വെളിപ്പെടുത്തൽ. ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. കെയർ കൗണ്ടിൽ മാത്രം 84 മരണം. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരും. ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ടോപ്പ് ഹെഡ്ലൈൻസിലൂടെ കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. പാതയോരങ്ങളിലിരുന്ന് ജീവിതം തുന്നിപ്പിടിപ്പിക്കുന്നവരാണ് കുടയും ചെരുപ്പും.